ഘണ്ടാകർണൻ അലറുകയാണ്. ഭക്തസഹസ്രങ്ങളുടെ ആരവങ്ങൾക്കിടയിലൂടെ അരയ്ക്ക് ചുറ്റും കെട്ടിനിർത്തിയ തീപന്തങ്ങളുമായി ഓടുകയാണ്. മുറുകുന്ന ചെണ്ടത്താളം. ശ്വാസമടക്കി പിടിച്ചു നിൽക്കുന്ന സ്ത്രീകൾക്കിടയിലൂടെ, അത്ഭുതവും ഭയവും നിറഞ്ഞ മിഴികളോടെ തുറിച്ചു നോക്കുന്ന കുഞ്ഞുങ്ങൾക്കിടയിലൂടെ ഘണ്ടാകർണൻ പരക്കം പായുകയാണ്. ഇന്നുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചുവടുകളുമായി. ചെണ്ടക്കാർ പരസ്പരം നോക്കി. അവരുടെ മിഴികളിൽ സംശയം നിറഞ്ഞു. എന്താ ചന്ദ്രന് പറ്റിയത്? ചെണ്ടത്താളം കലപിലയാവുന്നതറിയാതെ ഘണ്ടാകർണൻ ഓട്ടം തുടരുകയാണ്. പിടിച്ചു നിർത്തി ചോദിക്കാമെന്ന് വെച്ച അടുത്തേക്ക് പോവാൻ പറ്റണ്ടേ? 2 മീറ്റർ ചുറ്റളവിൽ തീയല്ലേ? താളബോധമില്ലാത്ത നാട്ടുംപുറത്തുകാർ ഭക്തിരസത്തിൽ ആറാടി നിന്നു. ഘണ്ടാകർണന്റെ ഇത്രയും മികച്ചൊരു പ്രകടനം ആദ്യമായി കാണുകയാണവർ. അവരുടെ ആർപ്പുവിളികൾക്ക് മദ്യത്തിൻ്റെയും മഞ്ഞളിൻ്റെയും ഗന്ധം. പിരിവ് പരിപാടികളുമായി എതിരെ വരികയായിരുന്ന കുട്ടിച്ചാത്തൻ ഘണ്ടാകർണന്റെ വരവ് കണ്ട് ഞെട്ടി. അരയ്ക്ക് ചുറ്റും തീപ്പന്തങ്ങളുമായി അലറിത്തുള്ളി വരികയാണത്. കാവിൻ്റെ ചുമരിന് മറഞ്ഞു നിന്ന് കുട്ടിച്ചാത്തൻ ചെവിയോർത്തു. ശബ്ദം കേൾക്കുന്നുണ്ട്. പതുക്കെ എത്തി നോക്കി. കളിപ്പാട്ടം കിട്ടിയ കുട്ടിയെപ്പോലെ തുള്ളിച്ചാടുകയാണ് ദൈവം. ഈ ചന്ദ്രന്റെ ഓരോ തമാശകൾ കുട്ടിച്ചാത്തന് ചിരി സഹിക്കാനായില്ല. മുഖം മുഴുവൻ എന്തൊക്കെയോ കെട്ടിവച്ചതുകൊണ്ട് ചിരിക്കാനും പറ്റുന്നില്ല. ചിരിയിട്ട് സഹിക്കാനും പറ്റുന്നില്ല. ഉച്ചത്തിൽ തന്നെ ചിരിച്ചു. ചിരി കഴിഞ്ഞ് നോക്കുമ്പോഴതാ മുന്നിലൊരു ജനക്കൂട്ടം. ഇത് കൊള്ളാമല്ലോ. ദൈവം ഒന്നുകൂടി ചിരിച്ചു. പിന്നെയും വന്നു കുറച്ചു പേർ. നന്മയും തിന്മയും നാണയങ്ങൾക്ക് വഴിമാറി. കാണിക്കയർപ്പിച്ചവരെയെല്ലാം ദൈവം കണക്കറ്റ് അനുഗ്രഹിച്ചു. അനുഗ്രഹം കിട്ടിയ സന്തോഷത്തിലാണോ ഇവരൊക്കെ ഇങ്ങനെ ഓടുന്നത്? കുട്ടിച്ചാത്തന് സംശയമായി. തെയ്യപ്പറമ്പിലെ മനുഷ്യരൂപങ്ങൾ മുഴുവൻ അങ്ങോട്ട് ഓടുകയാണല്ലോ. കുട്ടിച്ചാത്തൻ ആകെ അങ്കലാപ്പിലായി. അവരുടെ കൂടെ ഞാനും ഓടണം. ഏയ്, മോശമല്ല. എന്നാലും എന്തിനാവും അവരൊക്കെ ഇങ്ങനെ ഓടുന്നത്? മനുഷ്യസഹജമായ ജിജ്ഞാസയ്ക്ക് കീഴ്പ്പെട്ടു പോയപ്പോൾ ഓടാതെ നിവൃത്തിയില്ലാതായി. തന്നെ കൊണ്ടാവുന്നതുപോലെയൊക്കെ കുട്ടിച്ചാത്തനും ഓടി. ഉയരുന്ന പുകപടലങ്ങൾക്കിടയിൽ അഴിച്ചിട്ട വണ്ടിച്ചക്രം പോലെ അബോധാവസ്ഥയിൽ കിടക്കുകയാണ് ദൈവം. തീയണയ്ക്കാൻ പാടുപെടുന്ന ജനങ്ങൾക്കിടയിലൂടെ തിക്കിത്തിരക്കി എത്തിനോക്കിയ കുട്ടിച്ചാത്തന് സങ്കടം സഹിക്കാനായില്ല. പാവം ചന്ദ്രൻ. കുറച്ച് വെള്ളം കൊടുക്ക്, എന്തേലും എടുത്തൊന്ന് വീശിക്കൊടുക്ക്. കുട്ടിച്ചാത്തന്റെ ചരടുകളാൽ ബന്ധിതമായ പതിഞ്ഞ ശബ്ദം ആരും കേട്ടില്ല. നാട്ടുപ്രമാണികളുടെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അപകട സമയങ്ങളിൽ ദൈവങ്ങൾക്ക് ശബ്ദമുണ്ടാവില്ലേ? അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് ശബ്ദമേ ഇല്ലേ? ആർക്കറിയാം. കുട്ടിച്ചാത്തൻ പതുക്കെ തിരിഞ്ഞു നടന്നു. സങ്കടം നിറഞ്ഞ മനസ്സോടെ, കുനിഞ്ഞ ശിരസോടെ. പക്ഷേ അധിക നേരം അത് തുടരാനായില്ല. കഴുത്തിനു മുകളിൽ കെട്ടിനിർത്തിയ അഹങ്കാരത്തിന്റെ പണങ്ങൾക്ക് കനം വർദ്ധിച്ചിരിക്കുന്നു. ദ്വാപരയുഗം മനസ്സിലേൽപ്പിച്ച പാപഭാരവും ചുമന്ന് ദൈവരൂപം മുമ്പേ നടന്നു. പിറകെ അറിവില്ലായ്മയുടെ ആൾരൂപങ്ങളും. ഘണ്ടാകർണന് ബോധം തെളിഞ്ഞു. ഉയരുന്ന നിലവിളികളിൽ നിന്നും അസുഖം പിടികെട്ടി വയറുവേദനിക്കുന്നു. ജനങ്ങൾ ഉഷാറായി. എത്രയും വേഗം ആശുപത്രിയിലെത്തിക്കാം. പന്തങ്ങൾ അഴിക്കാൻ തുടങ്ങിയപ്പോൾ മുറുമുറുപ്പുകൾ ശക്തമായി. ആടയാഭരണങ്ങൾ അഴിക്കരുത്, അഴിക്കാതെ കൊണ്ടുപോവാൻ പറ്റില്ല, അഴിക്കരുത്. ജനങ്ങൾ ചേരിതിരിഞ്ഞ് കലമ്പാൻ തുടങ്ങി. കെട്ടിയാടിയ തെയ്യം മുടി പറിക്കാതെ, ചടങ്ങുകൾ പൂർത്തിയാക്കാതെ വേഷമഴിക്കാൻ പറ്റില്ല. നിങ്ങളങ്ങ് പോവും, പരിസരവാസികൾക്ക് അതിൻ്റെ ദോഷം. ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്കിവിടെ ജീവിക്കണം. ചമയങ്ങൾക്ക് പിറകിലെ ദൈന്യത ആരും കണ്ടില്ല. ദൈവത്തിൻ്റെ മിഴികൾ ചുറ്റും പരതി. കുറികൊടുത്ത് ഉരിയാട്ട് കേൾപ്പിച്ച ഭക്തഹൃദയങ്ങളിൽ കനിവിൻ്റെ കണിക പോലുമില്ലേ? ദൈവത്തിൻ്റെ നിലവിളി ഉച്ചത്തിലായി. കൂടെ കരയാൻ കുറച്ച് പെണ്ണുങ്ങളെ കൂടി കിട്ടിയപ്പോൾ സംഗതി കൊടുത്തു. എങ്ങനെയെങ്കിലും പോയാ മതിയേ, ഞാനിപ്പോൾ ചാവുകയെ.
അവ്യക്തമായ ഭാഷയിൽ ഖണ്ഡാകർണൻ അലറിക്കരഞ്ഞു. കാറിലും ജീപ്പിലും കയറില്ലെന്നുറപ്പായി. ടെമ്പോയുടെ പുറത്ത് രാജകീയമായി ആശുപത്രിയിലേക്ക്. ഡ്യൂട്ടി ഡോക്ടർ വന്നതിലും വേഗത്തിൽ തിരിച്ചോടി. അയാൾ ഇത്തരമൊരു ദൈവത്തെ ആദ്യമായി കാണുകയാണ്. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ആദ്യമായാണ് ഒരു ദൈവം ചികിത്സ തേടിയെത്തുന്നത്. ഇതൊന്നും അഴിക്കാതെ ചികിത്സിക്കാൻ പറ്റില്ല. ഡോക്ടർ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. ഭക്തരുടെ വികാരങ്ങൾ വ്രണപ്പെട്ടു. അയാളെ കൊണ്ട് തന്നെ ചികിത്സിപ്പിക്കണമെന്ന് വാശിയായി അവർക്ക്. ചികിത്സിക്കാൻ തയ്യാറായ മറ്റു ഡോക്ടർമാരെ അവരോടിച്ചു വിട്ടു. വേദന സഹിക്കാനാവാതെ ദൈവം നിലവിളിച്ചു. ഭക്തരുടെ മനസ്സലിഞ്ഞില്ല. ദൈവം തറയിൽ കിടന്ന് പിടഞ്ഞു. ഭക്തൻ അനങ്ങിയില്ല. മുറ്റത്ത് കിടന്നുരുണ്ടു. അപ്പോഴേക്കും ഡോക്ടറുടെ സമുദായ അംഗങ്ങളെത്തി. അത്യാവശ്യം വേണ്ട സാധനങ്ങളും ഇരുകൂട്ടരും കരുതിയിരുന്നു. ആദ്യ പടിയെന്ന രീതിയിൽ അവർ വാക്കേറ്റം ആരംഭിച്ചു. ദൈവം ആശുപത്രി വളപ്പിലൂടെ മണ്ടി നടന്നു. ആരും ശ്രദ്ധിച്ചില്ല. വാശിയല്ലേ വലുത്. അലറി നിലവിളിച്ചുകൊണ്ട് ആശുപത്രിയെ വലം വെച്ചു. സമുദായ സംരക്ഷണത്തിനിടയിൽ ആരും അത് കേട്ടില്ല. വടക്ക് ഭാഗത്ത് കണ്ട കിണർ അയാളെ മാടി വിളിച്ചു. ഭൂമിയിലും പാതാളത്തിലുമല്ലാതെ പാതി വഴിയിലെ പടവുകളിൽ കുടുങ്ങി കാലിളക്കുമ്പോൾ വയറുവേദനയേക്കാളും വലിയൊരു വേദനയായി ഒരു ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുദിച്ചു. സത്യത്തിൽ ഞാൻ ആരാ? ദൈവമോ അതോ ചന്ദ്രനോ?